എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഇപ്രകാരം വീഡിയോയിലൂടെ നിങ്ങളുമായി കണ്ടുമുട്ടുവാൻ, ഒരു ദൈവവചന സന്ദേശം അറിയിപ്പാൻ ദൈവം എന്നെ ബലപ്പെടുത്തിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയ ചില സാഹചര്യങ്ങൾ എന്നുള്ളതായ തലക്കെട്ടാണ്. നിങ്ങൾ അല്പസമയം വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. വളരെ വേഗത്തിൽ ഞാൻ പറയുവാൻ, സന്ദേശം നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അല്പസമയമാണ് ഈ സന്ദേശത്തിന് നിങ്ങൾ നൽകേണ്ടത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ ആത്മീയ വർധനവിന് ഈ സന്ദേശം കാരണമായി തീരട്ടെ, ഒരു അനുഗ്രഹവും കോട്ടയുമായി തീരട്ടെ എന്ന് ദിവസനിധിയിൽ പ്രാർത്ഥിക്കുന്നു. സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കാം. ഞാൻ പറഞ്ഞ സന്ദേശത്തിന്റെ തലക്കെട്ട് ദൈവത്തിന്റെ ദൂതന്മാർ അവർ ഇറങ്ങിയ ചില സാഹചര്യങ്ങൾ എന്നാണ്. ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറയുന്ന ഈ സബ്ജക്ട് വളരെ ആഴമേറിയ ഒരു സബ്ജക്റ്റ് ആണ്. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഗ്രീക്കിലെ നമുക്കറിയാം ഏഞ്ചലോസ്, ഹീബ്രുവിനെ മാലാഖ് എന്ന് പറയുന്ന പദങ്ങളാണ് അതിന് ഉപയോഗിക്കാറ്. ദൈവത്തിന്റെ ദൂതന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിച്ചവയാണ്. അത് ആത്മരൂപികളാണ്, ശരീരമില്ലാതെ. എന്നാൽ ശരീരം എടുക്കാൻ അതിൽ കഴിയും. നമുക്ക് നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ദൂതൻ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ട്. എന്നാൽ അവയുടെ ശരിയായ രൂപം എന്ന് പറയുന്നത് ആത്മരൂപമാണ്, ആത്മജീവിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് സൃഷ്ടിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ഈ കാണുന്ന ആകാശഭൂമിയെ ഉണ്ടാക്കിയതിന് മുൻപേ ദൈവത്തിന്റെ ദൂതന്മാരെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ പ്രധാനപ്പെട്ടതായ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മിഖായേൽ, അതുപോലെ സന്ദേശവാഹകനായിരിക്കുന്ന ഗബ്രിയേൽ, പിന്നെ നമ്മുടെ ചില പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ പാരമ്പര്യമായി ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂതനെ നമുക്ക് കാണാൻ കഴിയും. അത് പറയുന്നത് റാഫേൽ എന്ന് പറയുന്ന ഏഞ്ചലാണ്. ബെത്സേദ കുളക്കടവിൽ വെള്ളത്തെ കലക്കിയതൊക്കെ ആ ദൈവത്തിന്റെ ദൂതൻ എന്ന് നമ്മൾ ചില ഇടങ്ങളിൽ നമുക്ക് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. അപ്പോൾ മിഖായേൽ എന്ന് പറയുന്നത് ശക്തന്മാരായിരിക്കുന്ന, പ്രധാനികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഞാൻ ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു പ്രധാനിയായിരുന്നു ലൂസിഫർ എന്ന് പറയും. ലൂസിഫർ എന്ന് പറയുന്നത് വളരെ ജ്ഞാനസമ്പൂർണനായിരുന്നു, അതുപോലെ തന്നെ സൗന്ദര്യ സമ്പൂർണനായിരുന്നു, വലിയൊരു ഗായകനായിരുന്നു. അങ്ങനെ അവൻ ആരാധിക്കുന്ന സമയത്ത് ദൈവം സിംഹാസനത്തിൽ വെളിപ്പെടുവാനൊക്കെ ഇടയായി തീരും. അങ്ങനെ താൻ വളരെ അധികം കഴിവുള്ള മനുഷ്യനായതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഒരു അഹങ്കാരം വരുവാനും, പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവൻ ആ പദവിയിൽ നിന്ന് മാറ്റപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് മാറ്റപ്പെടുകയും അവനെ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് ഇടയായി തീർന്ന, അവന്റെ വാസസ്ഥലം മാറ്റിയത് ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവനോട് കൂടെ മൂന്നിലൊരു ഭാഗം ദൈവത്തിന്റെ ദൂതന്മാർ അവനെ അനുഗമിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ എതിരെ നിൽക്കുന്ന ആ നിലയിലേക്ക് കയറി വരികയും, അങ്ങനെ നമുക്കറിയാം ലൂസിഫർ പിന്നീട് സാത്താനായി, പിശാചായി, പാമ്പായി ഒക്കെ അറിയപ്പെടുന്നു. അവന്റെ അനുയായികളായി മറ്റ് അനേകം ദൂതന്മാരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ നമ്മൾ പറയുന്ന അന്ധകാര ശക്തികൾ, ഇരുട്ടിന്റെ ശക്തികൾ, ദുരാത്മാക്കൾ, ഭൂതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവയെ കുറിച്ച് പറയുന്നു. അപ്പോൾ പ്രധാനമായി നമുക്ക് ദൈവത്തിന്റെ ദൂതന്മാരെ പല നിലകളിൽ പഠിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സെറാഫുകൾ എന്ന് പറയുന്ന ആ വർഗമുണ്ട്. ആ വർഗം ദൈവത്തെ രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആരാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവ യെശയ്യാ അവന്റെ പ്രവാചക പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ അത് കാണാനായിട്ട് കഴിയും. അവയ്ക്ക് ചിറകുള്ളതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ട് ചിറക് കൊണ്ട് പറക്കുകയും 2 ചിറക് കൊണ്ട് മുഖം മൂടുകയും, അതുപോലെ തന്നെ 2 ചിറക് കൊണ്ട് കാൽപാദം മൂടിക്കൊണ്ടാണ് അവർ ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടി രാവും പകലും ആരാധിക്കുന്നതായ നിലകളിലുള്ള ഒരു വൃന്ദത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ടാമത്തേത് കെരൂബ് വർഗമാണ്. കെരൂബ് വർഗം എന്ന് പറയുന്നത് പൊതുവെ അറിയപ്പെടുന്നത്, എന്റെ ചെറിയ ഒരു അളവിൽ മനസ്സിലാക്കുന്നത്, ദൈവം വാഹനമേറുന്നത്, തന്റെ സിംഹാസനത്തെ ചുമക്കുന്നത് കെരൂബിന്റെ മീതെയാണ് എന്നുള്ള കാര്യം നമുക്ക് ചില ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങള് പ്രധാനപ്പെട്ടത് ആരാധന. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമുക്ക് ഗബ്രിയേൽ, പ്രധാന ദൂതനായിരിക്കുന്ന ഒരാളാണ് ഗബ്രിയേൽ. ദൈവത്തിന്റെ സന്ദേശങ്ങൾ അറിയിക്കുന്നതായ ദൈവത്തിന്റെ ദൂതന്മാർ. ദൈവത്തിന്റെ ദൂതന്മാര് സ്വപ്നത്തിലും പ്രത്യക്ഷനായി ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ മിഖായേൽ, യുദ്ധം ചെയ്യുന്ന, നമുക്ക് വേണ്ടി സഹായിപ്പാനായിട്ട് വരുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു പ്രധാന ദൂതനാണ് മിഖായേൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ആരാധിക്കുന്നു. രണ്ടാമത്തേത് സന്ദേശങ്ങൾ കൈമാറുന്നു. മൂന്നാമത്തേത് ദൈവജനത്തിന് വേണ്ടി, ദൈവ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവർക്ക് വിജയവും അതുപോലെ തന്നെ ശത്രുവിന് വലിയ പരാജയവും നൽകുന്നതായ ഒരു സംരക്ഷണം നൽകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട്. ഈ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കുവാനിടയായി തീരേണ്ട ഒരു കാര്യമുണ്ട്. നാം ഓരോരുത്തരും ഇതുപോലെയുള്ള ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം നമ്മുടെ മേലെ ഉണ്ട് എന്ന് നമുക്ക് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീരണം.
പലപ്പോഴും ഇന്ന് ആരാധന വല്ലപ്പോഴുമൊക്കെ ചെയ്യുന്നതായ നിലയിൽ, കാരണം പാപിയാണ് പാപങ്ങളെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഒരു വശത്ത് നിൽക്കുമ്പോൾ ആരാധനയ്ക്ക് സമയം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. നമുക്കറിയാം നമ്മളെല്ലാം പാപികളാണ്, പാപികളെ രക്ഷിക്കാനാണ് യേശുക്രിസ്തു വന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപികളെ രക്ഷിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് മാനവജാതിയുടെ മുഴുവൻ പാപങ്ങളെ കർത്താവ് ഏറ്റെടുത്തതുകൊണ്ട് അതിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് പരിഹാരം വരുത്തിയതുകൊണ്ട് നാം ഇനി ശിക്ഷിക്കപ്പെടേണ്ടതില്ല. വിശ്വസിച്ച കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ആ പാപങ്ങളെ ക്ഷമിച്ച് യേശുവിന്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധരായി തീരുവാനായിട്ട് ഇടയാകും. ഇങ്ങനെ വിശുദ്ധരായവർ ദൈവത്തെ രാവും പകലും ഏത് സമയം എന്ന് വ്യത്യാസമില്ല, ഏത് സമയത്താണ് ദൈവത്തെ ആരാധിക്കാനാണ് ദൈവം ഇന്ന് ക്ഷമ തന്ന് വിശുദ്ധരാക്കി നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യാനോ കർമ്മങ്ങൾ ചെയ്യാനോ പ്രായശ്ചിത്തം ചെയ്യാനോ അല്ല, അത് കർത്താവ് ചെയ്തിട്ടുണ്ട്. അമേശ്വര ഇന്ന് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് പാപമോചനം പ്രാപിച്ച് യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച് അവർ കർത്താവിനെ ആരാധിപ്പാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ആരാധനയാണ്. രണ്ടാമത്തേത് സന്ദേശം കൈമാറുവാനായിട്ട് ഇടയാകണം. എന്താണ് സന്ദേശം? നമുക്കൊരു സന്ദേശമുണ്ട്. പാപമോചനം നൽകിത്തരുന്ന, നിത്യജീവനെ നൽകിത്തരുന്ന, ദൈവമക്കളാക്കി തീർക്കുന്ന സുവിശേഷം നമുക്ക് സകല സൃഷ്ടികളോട് ഭൂമിയുടെ അറ്റത്തോളം പോയൊക്കെ അറിയിക്കേണ്ടതായ ചുമതല നമുക്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം. വേറെ ഒരു വഴി പാപമോചനത്തിനില്ല, സ്വർഗത്തിലേക്ക് പോകാൻ വേറൊരു വഴിയില്ല, നിത്യജീവനെ പ്രാപിക്കാൻ വേറൊരു വഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ അറ്റത്തോളമൊക്കെ അപ്പസ്തോലന്മാർ പോയി രക്തസാക്ഷികളായി തീരുവാൻ കാരണമായി തീർന്നത്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് പാപമോചനത്തിന് യേശുവിലൂടെ അല്ലാതെ വേറൊരു മാർഗമില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് എത്തുന്നില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു സന്ദേശം നമുക്ക് ലോകത്തോട് അറിയിക്കാനായിട്ടുള്ള കടപ്പാടുണ്ട്. അത് വിവിധമായ നിലകളിൽ അതിൽ നമ്മൾ പങ്കാളികളായി തീരുവാനായിട്ട് ഇടയായി തീരണം. പിന്നെ മൂന്നാമത്തെ ഒന്നാണ് യുദ്ധം ചെയ്യുന്ന ദൈവജനത്തെ രക്ഷിക്കുന്ന, ദൈവമക്കളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുടെ ഉത്തരവാദിത്തം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നതായ നിലയിൽ അനേകർ കഷ്ടത്തിലിരിക്കുന്ന, പ്രയാസത്തിലിരിക്കുന്ന പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് സഹായിപ്പാനും ഇരുട്ടിലും അതുപോലെ തന്നെ ഇരുട്ടിന്റെ ശക്തികളിലും അടിമപ്പെട്ടു കിടക്കുന്ന പ്രിയപ്പെട്ടവരെ വിടുവിക്കുവാനായി നാം പോരാടിക്കൊണ്ട് അധ്വാനിപ്പാനായിട്ട് ഇടയായി തീരണം. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല. നമുക്കറിയാവുന്ന പോലെ സ്വർഗങ്ങളിലും ആകാശമേ മണ്ഡലങ്ങളിലും ഈ ലോകത്തിന്റെ അധിപതികളൊക്കെ പല നിലകളിൽ ദൈവരാജ്യത്തിന്, ദൈവസഭയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് അനേകർ വിശ്വസിച്ച് കടന്നു വരേണ്ടതിന് തടസ്സമായി നിൽക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പോരാടി മനുഷ്യരോടല്ല, ആ അദൃശ്യ മണ്ഡലത്തിലെ അന്ധകാര ശക്തികളോട് പോരാടിക്കൊണ്ട് നമുക്ക് ദൈവജനത്തിന്, ദൈവമക്കൾക്ക് ആശ്വാസം വരേണ്ടതിന്, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് കാരണമായി തീരേണ്ടതിന്, ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വിശാലത ഉണ്ടാകേണ്ടതിന് പ്രവർത്തിപ്പാനായിട്ട് ഇടയായി തീരണം. ദൈവത്തിന്റെ ദൂതന്മാരുടെ മറ്റൊരു കാര്യമാണ്, നമുക്ക് അറിയാവുന്നതുപോലെ ദൈവമക്കളുടെ മരണത്തിൽ പ്രത്യേകമായ ഒരു സ്ഥാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. സുവിശേഷം അനുസരിച്ച് ദൈവമക്കൾ മരിക്കുമ്പോൾ ആത്മാവിനെ നമുക്ക് ലാസറിന്റെ കുമ്മയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ആത്മാവിനെ അബ്രഹാമിന്റെ മടിത്തട്ടിലേക്ക് കൊണ്ടുപോകുന്നതായ കാര്യം കാണുവാനായിട്ട് കഴിയും. അപ്പൊ മരണത്തിൽ ആത്മാവിനെ ഏത് സ്ഥലത്തേക്ക്? സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക്, വിശ്രമം അനുവദിക്കേണ്ടതിന്, നിദ്രയുടെ അനുഭവത്തിലേക്ക്, അതുപോലെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുപോകുന്നത് ഭക്തന്മാരുടെ ജീവിതത്തിൽ, അതായത് സുവിശേഷം അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ ആത്മാവ് എന്ത് ചെയ്തിരിക്കുക? ആത്മാവിനെ ദൈവത്തിന്റെ ദൂതന്മാർ അങ്ങനെ ആ സ്വർഗീയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ അവരെ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അവർ വിശ്രമത്തിലാണ്, അവർ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്. ഇന്ന് ഉറങ്ങുന്നത് പോലെ നാളെ എഴുന്നേൽക്കാൻ വേണ്ടി ഇന്ന് ഉറങ്ങുകയാണ്. അതായത് സ്വസ്ഥത അവർ അനുഭവിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. അതുകൊണ്ട് ആ പോകുന്നിടത്തേക്ക് പോയവർ, യാതന സ്ഥലത്തേക്ക് പോയവർക്ക് നമ്മളിവിടെ എത്ര കർമ്മം ചെയ്താലും, എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും, എത്ര പൈസ ചെലവാക്കിയാലും, എത്ര കഠിനമായ നിലയിൽ കാര്യങ്ങൾ ചെയ്താലും ആ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ആളുകൾക്ക് മോചനം, പാപക്ഷമ വരുത്തുവാൻ കഴിയുകയില്ല. കാരണം പാപക്ഷമ ലഭിക്കേണ്ടത് കർത്താവിൽ നിന്നും ഓരോരുത്തർ കർത്താവിനോട് ഏറ്റുപറയുമ്പോഴാണ് പാപമോചനം ലഭിക്കുവാൻ ഇടയാകുക. യാതനാ സ്ഥലത്തുള്ളവരെ അവസാന ദിവസങ്ങളിൽ നരകത്തീയിലേക്ക് തള്ളിയിടുവാനായിട്ട് ഇടയാകും. സ്വസ്ഥത അനുഭവിക്കുന്ന, നിദ്ര പ്രാപിക്കുന്നവരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീരുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശരീരം അന്ന് ഈ ഭൂമിയിൽ മണ്ണോട് ചേർന്ന് പോകുവാനായിട്ടിടയാണ്. ആത്മാവിനെയാണ് അങ്ങനെ അപ്രകാരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലാസർ നിദ്ര പ്രാപിച്ചതുകൊണ്ടാണ് ഈ ഭൂമിയിലെയും അബ്രഹാമിനും മടിത്തട്ടിനെ കുറിച്ച് കാണാത്തത്. എന്നാൽ യാതന സ്ഥലത്ത് കിടക്കുന്നവൻ ഇതെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും വേദനിക്കുകയും ചെയ്യുന്നതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വന്നതായ കാര്യങ്ങൾ അതല്ല എന്റെ പ്രധാനപ്പെട്ടതായ വിഷയം. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന ചില സാഹചര്യങ്ങളാണ്. നമുക്ക് ഇതിനെ ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രവൃത്തികളെ നമുക്ക് യേശുവിന്റെ സുവിശേഷത്തിൽ യേശുവിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി നമുക്ക് ദൈവത്തിന്റെ ദൂതന്മാരുടെ ഇടപെടലുകൾ കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തേത് അപ്പസ്തോല പ്രവൃത്തി, അതായത് ആദിമസഭയുടെ ചരിത്രം. ആ ചരിത്രത്തിൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങളിൽ, ആദിമസഭയുടെ പ്രവർത്തനങ്ങൾ, ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3 ലേഖനങ്ങളിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ദൈവത്തിന്റെ ദൂതന്മാരുടെ കാര്യങ്ങളെ വായിച്ച് ഗ്രഹിക്കാനായിട്ട് കഴിയും. എന്നാൽ അതിനേക്കാൾ
അതിനേക്കാൾ അധികമായി നമുക്ക് കാണാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ ആ ഭാഗങ്ങളൊക്കെ കാണുവാനായിട്ട് കഴിയുന്നത്. കലശമറിയുന്നത്, മുദ്ര പൊട്ടിക്കുന്നത്, കാഹളങ്ങൾ ഊതുന്നത്, അങ്ങനെ എനിക്ക് തോന്നുന്നു 20-ലധികം പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് പറയുവാനായിട്ട് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, മരണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവമക്കളായി തീർന്ന സുവിശേഷം അനുസരിക്കുന്നവരുടെ ആത്മാവിനെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ദൂതന്മാർ ഉയരത്തിലെ പറുദീസയിൽ ആക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കാഹളനാദം കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കർത്താവിന്റെ വരവിൽ ആകാശമേഘങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ മരിച്ചവരോ ജീവനോടിരിക്കുന്നവരോ ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ ആ സമയത്ത് കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ ജീവനോടെ എഴുന്നേറ്റ് വരുവാനിടയാകും. ജീവനോടിരിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് ഇടയാകും. അന്നാണ് ഈ ശരീരം ആത്മാവുമായി ചേർന്ന് കർത്താവിനെതിരേറ്റ് ആ കർത്താവിനെ പോലെ ആ തേജസ്സോടെ നമ്മൾ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നീട് കർത്താവിനോട് കൂടെ എന്നും വാഴുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം ഒന്ന് യേശുവിന്റെ കാലഘട്ടത്തിൽ സുവിശേഷത്തിൽ കാണാൻ കഴിയും. അപ്പസ്തോല പ്രവൃത്തിയിൽ, ചരിത്ര പുസ്തകം, ആദിമസഭയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ ദൂതന്മാരെ കാണാൻ കഴിയും. ലേഖനങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ ഒത്തിരി നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിന്റെ കാലഘട്ടത്തിൽ യേശുവിനെ കുറിച്ച് മറിയ ഗർഭം ധരിക്കുന്നതും, യോസഫിന്റെ ജീവിതത്തിൽ നീതിമാനായിരിക്കുന്ന ജോസഫിനെ ഉപേക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു സ്വപ്നത്തിൽ കുഞ്ഞിനെ കൊണ്ട് ഓടണം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എലിസബത്ത് സക്രിയാവിന്റെ ജീവിതത്തിൽ സ്നാപക യോഹന്നാന് ബന്ധത്തിൽ ഗബ്രിയേൽ ദൈവത്തിന്റെ ദൂതനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പിന്നീട് യേശു ഉപവസിച്ച് ക്ഷീണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ അവനെ വന്ന് ശുശ്രൂഷിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് ഗെത്സമനയിൽ താൻ പ്രാണവേദനയിൽ അകപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവനെ ശുശ്രൂഷിച്ചത് കാണുവാനായിട്ട് കഴിയും. മരണത്തിന്റെ ശേഷം കല്ലറയിൽ അടക്കിയതിന് ശേഷം കല്ല് ഉരുട്ടി വെച്ചത്, അതിനുശേഷം റോമൻ ഇമ്പിരിയിൽ മുദ്രയിട്ടതും, പിന്നീട് അതിനുശേഷം 3-ാം ദിവസം മറിയമാരൊക്കെ കടന്നു വരുന്ന സമയത്ത് കല്ലിന്റെ മീതെ ഇരിക്കുന്ന ദൈവത്തിന്റെ ദൂതനെ കാണുവാനായിട്ട് കഴിയും. യേശുവിനെ കിടത്തിയെടുത്ത് 2 ദൂതന്മാരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന സന്ദേശം കൈമാറുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. സഹോദരിമാരാണ് അവിടെ ആ ദൂത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർക്ക് യേശുവിന്റെ ജീവിതത്തിലും സുവിശേഷത്തിലും നമുക്ക് വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്റെ പ്രധാന തലക്കെട്ടിന്റെ വിഷയം എന്ന് പറയുന്നത്, തലക്കെട്ടിനോട് ബന്ധത്തിൽ 3-4 വിഷയങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് എന്റെ ഹൃദയത്തിൽ ഈ ദൈവത്തിന്റെ ദൂതന്മാർ എന്നുള്ള വിഷയം കയറി വരുവാനിടയായത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയും, ദാനിയേലിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ദാനിയേൽ സിംഹക്കുഴിയിലായിരിക്കുമ്പോൾ ആ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ രാജാവിനോട് പറയുന്ന ഒരു പദമുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാർ സിംഹങ്ങളുടെ വായ അടച്ചു എന്നാണ്. ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജാവ് എന്ത് ചെയ്തിരിക്കുക? ഒരു രാജാവിന്റെ വിശ്വസ്തനായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ദാനിയേലിനെ ഉന്നതമായ ഒരു സ്ഥാനത്തിലേക്ക് എത്തിക്കുവാനായി രാജാവ് ആഗ്രഹിച്ചപ്പോൾ അത് മനസ്സിലാക്കി മറ്റുള്ളവരെ വളരെയധികം ഇവനെ കൊല്ലുവാൻ, ഇല്ലാതാക്കുവാൻ ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു പദ്ധതി ഉണ്ടാക്കി. 1 മാസം രാജാവിനോടല്ലാതെ വേറൊരാളോട് പ്രാർത്ഥിക്കാൻ അരുത്. അങ്ങനെ പ്രാർത്ഥിച്ചാല് അവനെ തീച്ചുളയിൽ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ടുകളയണമെന്നാണ് കൽപ്പന. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിച്ച് രാജാവിനെ കൊണ്ട് അത് ഒപ്പിടിച്ച് പ്രസിദ്ധം ചെയ്യുവാനിടയായി. ദാനിയേലാണെങ്കിൽ 3 നേരം പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് നമുക്ക് ആ ഭാഗമൊക്കെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ദിനംപ്രതി പതിവ് പോലെ ദാനിയേലെ 3 നേരവും ദൈവത്തോട്, യഹോവയോട് പ്രാർത്ഥിക്കുന്നതും, പിന്നീട് അവൻ ആ നിയമം ലംഘിച്ച ആ നിലയിൽ സിംഹക്കുഴിയിൽ എറിയുന്നതായ കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? ദാനിയേലിന് അവന് വ്യക്തമായിട്ട് അറിയാം. അവന്റെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒത്തിരി അത്ഭുതം ചെയ്ത പ്രവാചകന്മാർ, പൂർവ്വ പിതാക്കന്മാർ, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവരോട് പ്രാർത്ഥിച്ചില്ല, അവരെല്ലാം രക്ഷിച്ച, വഴി നടത്തിയ ദൈവത്തെയാണ് അവൻ വിളിക്കുവാനിടയായി തീർന്നത്. അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇതിനെ പോലെ തന്നെയാണ്. പക്ഷേ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവമേ എന്നൊന്നല്ല പുതിയ നിയമത്തിൽ യേശു വിളിച്ചത് സ്വർഗസ്ഥനായ പിതാവേ എന്നാണ്. അവർക്ക് ദൈവമായിരിക്കുമ്പോൾ യേശുവിന് സ്വർഗത്തിലെ ദൈവ പിതാവാണ്. ആ നിലയിലാണ് ഇന്ന് പുതിയ നിയമ മക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയാകേണ്ടത്. ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുവാനായിട്ട് ഇടയായി തീരും. നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അറിവില്ലാത്ത ഭക്തിയോടെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിജാതീയമായിരിക്കുന്ന ആചാരമാണ് മറ്റു പലരോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ദൈവത്തോട് മാത്രമാണ് യഹൂദനും പുതിയ നിയമ വിശ്വാസികളും നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുവാനിടയാകേണ്ടത്. യഹൂദന്മാർക്ക് ദൈവം അവർക്ക് സൃഷ്ടാവാണ്, അവന്റെ ജനമാണ് യഹൂദജനം. എന്നാൽ നമുക്ക് അവൻ പിതാവാണ്, അവന്റെ മക്കളാണ് നമ്മൾ. യേശു ആരിൽ ഉള്ളിൽ വസിക്കുന്നുവോ അവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പോ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? 1 മാസം രാജാവിനോട് പ്രാർത്ഥിക്കാൻ ആ നിയമപ്രകാരം പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് യഹോവയെ വിളിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. ഉള്ളിലെ പ്രാർത്ഥിക്കാലോ ദൈവത്തോട്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച സ്ഥാനത്ത് തന്റെ ജീവനെ നോക്കാതെ ദാനിയേൽ എന്ത് ചെയ്തു?
ഈ ദൈവത്തെ മാത്രമേ പ്രാർത്ഥിക്കൂ. രാജാവിന്റെ നിയമം അവൻ കാര്യമാക്കിയില്ല. തന്റെ ജീവനെ അത് നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീരുന്ന ആ നിലയിൽ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിയപ്പെട്ടു. എന്നാൽ ദൈവം തന്റെ ദൂതനെ അയച്ച് അവനെ രക്ഷിക്കുവാനിടയായി തീർന്നു. സിംഹങ്ങളുടെ വായടപ്പിച്ച ഒരു ദൈവം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉപദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആരോട് പ്രാർത്ഥിക്കണം എന്നുള്ളതിന്റെ വളരെ ശക്തമായ ഒരു ഉദാഹരണമാണ് ദാനിയേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. സ്വന്തം ജീവനെ വില കൽപ്പിക്കാതെ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി നിന്ന ദാനിയേലിന് നമുക്കൊരു വെല്ലുവിളിയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, എന്നിട്ടുള്ള നന്മ മതി. അങ്ങനെ പിതാവ് മക്കൾക്ക് വേണ്ടി കരുതും. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവ്, ആവശ്യങ്ങൾ അറിയുന്ന ഒരു പിതാവുണ്ട്. മുൻപേ അറിയുന്ന ദൈവം നമുക്ക് പിതാവാണ്. അപ്പോ സിംഹത്തിന്റെ കുഴിയിൽ സിംഹങ്ങളുടെ വായടപ്പിച്ചൊരു ദൈവമുണ്ട്. നമുക്ക് അതിനു മുന്നേ നമുക്ക് 3 ബാലകന്മാരായിരിക്കുന്ന ദാനിയേലിന്റെ കൂട്ടുകാരെ നമുക്കറിയാം. ശത്രുഘ്ന, മേശക്ക്, അബേദ്നെഗോ. തീച്ചുളയിലേക്ക് അവർ വലിച്ചത് അതെന്തുകൊണ്ടാണ്? രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. അവന്റെ ദേവന്മാരിൽ ഒരുവനെ ആയിരിക്കും. ആ ബിംബത്തെ വണങ്ങുവാനായിട്ട്, പ്രതിഷ്ഠയുടെ അന്ന് ആ ബിംബത്തെ എല്ലാവരും വണങ്ങുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ഈ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്തില്ല? പ്രതിഷ്ഠയുടെ ദിവസം അവർ വലിയ രീതിയിൽ ആ സംഭവം നടക്കുന്ന സമയത്ത് ഇവർ ആ രൂപത്തെ വണങ്ങാതെ നിൽക്കുവാനിടയായി. ആ രൂപം, ഒരു ബിംബം ഇവിടെ പ്രതിഷ്ഠയ്ക്ക് വെക്കുന്നതിന് മുൻപേ ഈ നിയമം ലംഘിക്കുന്നവർക്ക് എന്ത് ചെയ്യും? ഒരു തീച്ചുളയും കൂടി അപ്പുറത്തുണ്ടാക്കി വെച്ചിരിക്കുക. ഈ രൂപത്തെ വണങ്ങാത്തവരെ എന്ത് ചെയ്യും? തീച്ചുളയ്ക്കകത്ത് എറിയുവാനിടയാണ്. രൂപങ്ങളെ വണങ്ങാതെ നിൽക്കുന്ന ദാനിയേലിന്റെ കൂട്ടുകാരെ 3 പേരെ പിടിച്ചു. അവർക്ക് രാജാവിനോട് സംസാരിച്ചപ്പോൾ രാജാവിന് ദേഷ്യം വരുവാനും തീച്ചുളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിക്കുവാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ ഇവരെ 3 പേരെ കെട്ടിക്കൊണ്ട് തീച്ചുളയിലേക്ക് എറിഞ്ഞ ആ കൊണ്ടുപോയ ചുമന്നവര് ആ തീയിൽ കത്തിപ്പോയി. എന്നാൽ ഇവരുടെ കെട്ടുകളൊക്കെ കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്യുക? തീച്ചുളക്കകത്ത് നടക്കുകയായി. അതില് പിന്നീട് ഈ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ 3 ആളെ എറിഞ്ഞുള്ളൂ, ഇപ്പൊ 4 പേരെ ഞാൻ കാണുന്നുള്ളൂ. ഒരുവൻ ദൈവപുത്രനോട് ഒക്കുന്നു. അവരതിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ പുറത്തു വന്നു. 3 പേര് പുറത്തു വന്നു. പിന്നീട് രാജാവ് ഒരു എഴുത്തെഴുതുന്നുണ്ട്. ആ എഴുത്തിൽ പറയുന്നത് ദൈവം സ്വദൂതനെ അയച്ച് അവരെ വിടുവിച്ചു. എബ്രായ ലേഖനം ഒക്കെ പറയുന്നത് തീന്റെ ബലത്തെ കെടുത്തി എന്നാണ്. രൂപങ്ങളെ വണങ്ങുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയായിരിക്കുന്ന 2ാമത്തെ കൽപ്പനയാണ്. 10 കൽപ്പനയിൽ സ്വർഗത്തിലോ ഭൂമിയിലോ ജലത്തിലോ ഉള്ള യാതൊന്നിന്റെ രൂപത്തെ ഉണ്ടാക്കിയതിന് മുമ്പിൽ വണങ്ങരുത്. സ്വർഗത്തിലെ നമുക്കറിയാം, അവരുടെ രൂപത്തെയാണ് പല പ്രിയപ്പെട്ടവരും ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. 2ാമത്തെ കൽപ്പന പഠിപ്പിക്കുന്നില്ല, അതിന് പകരം 10ാമത്തെ കൽപ്പന 2 പഠിപ്പിക്കുക. അങ്ങനെയാണ് 10 ആക്കുന്നത്. ആദ്യത്തെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന 2ാമത്തെ കൽപ്പന സ്വർഗത്തിലോ ഭൂമിയിലോ ജലത്തിലോ. അപ്പൊ സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ഏത് ആളായാലും അല്ലെങ്കിൽ ഏത് ജീവികളായാലും ഏത് വർഗമാണെങ്കിലും അവിടെ ഒന്നിന്റെ രൂപത്തെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിരിക്കും. 2 ഭൂമിയിലോ ജലത്തിലോ ഉള്ള രൂപത്തെ വണങ്ങരുത് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു കൽപ്പന പ്രമാണം ഉള്ളത് കൊണ്ട് അവർ ഈ രൂപത്തെ വണങ്ങിയില്ല. അവർ തീച്ചുളയിലേക്ക് എറിയപ്പെട്ടു. എന്നാൽ അവിടെ ദൈവത്തിന്റെ ദൂതനെ അയച്ച് അവരെ വിടുവിച്ചു എന്നാണ് തന്റെ എഴുത്തിൽ പറയുവാനായിട്ട് ഇടയായത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്ന പിന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതത്തിലാണ്. അല്ലെ, ഏലിയാവിന്റെ ജീവിതത്തിലും ക്ഷീണിച്ചിരുന്നപ്പോൾ, വളരെ മനസ്സ് തളർന്നിരുന്നപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുന്നു? അവരെ ഏലിയാവിനെ അപ്പവും തുരുത്തിയും ഒക്കെ കൊടുത്ത് അവനെ ബലപ്പെടുത്തി അവനെ ശക്തീകരിക്കുന്ന അനുഭവം കാണുവാനായിട്ട് കഴിയും. അതുപോലെ യേശുവിന് ഉപവാസം കഴിഞ്ഞു. അതിനുശേഷം തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ച് അവനെ ശക്തീകരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മനസ്സ് തളർന്നാല്, ക്ഷീണിച്ചു കഴിഞ്ഞാല് എല്ലാം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പസ്തോല പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമുക്ക് അപ്പസ്തോല പ്രവൃത്തികളിലൊക്കെ കാണാൻ കഴിയുന്ന യേശുവിന്റെ ബന്ധത്തിലാണല്ലോ നമ്മൾ ചിന്തിച്ചത്. അപ്പസ്തോല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാര് സുവിശേഷം പ്രസംഗിച്ചവരുടെ ബന്ധത്തിൽ എല്ലാവരെയും കാരാഗൃഹത്തിലാക്കി. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ അവരെ അവിടെ നിന്ന് വിടുവിച്ചു. പുലർച്ചെ തന്നെ അവർ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു തുടങ്ങി. പിന്നീട് അത് കഴിഞ്ഞാൽ 8-ാം അധ്യായത്തിൽ നമുക്ക് ഫിലിപ്പോസിന്റെ ജീവിതത്തിലൊക്കെ കാണുവാനായിട്ട് കഴിയും. അല്ലെ, ഫിലിപ്പോസിനോട് പറഞ്ഞ് ഗസക്കിലെ നിർജ്ജന പ്രദേശത്തേക്ക് ആര് പറഞ്ഞത്? കർത്താവിന്റെ ദൂതൻ. അവിടെ ചെന്ന് എത്തിയോപ്യക്കാരനായ ഷണ്ടനെ വിശ്വാസത്തിലേക്കും സ്നാനത്തിലേക്കും ഒക്കെ അവൻ നടത്തുവാനായിട്ടിടയായി. അത് പറഞ്ഞത് കർന്നേലിയോസിന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ. കർന്നേലിയോസ് വിജാതീയനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദാനധർമ്മം ചെയ്യുന്നവനായിരുന്നു. അല്ലെ, പിന്നെ യഹൂദന്മാർക്ക് കുറെ ഉപകാരങ്ങളൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞത്, ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കും. നീ പത്രോസിനെ കൊണ്ടുവന്ന് യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പത്രോസ് അവരോട് പറയുകയും അവർ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ അപ്പസ്തോല പ്രവൃത്തികളിൽ വളരെ ശക്തമായ രീതിയിൽ ഞാൻ 12-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് അതാണ് തുടങ്ങിയത്. പക്ഷെ ഞാൻ പിന്നീട് 5-ാം അധ്യായത്തിലാണ് പോയത്. 12-ാം അധ്യായം 7-ാം അധ്യായത്തിൽ പത്രോസ് കാരാഗൃഹത്തിലായി. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ ദൂതൻ വന്ന് തട്ടി ഉണർത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ ചങ്ങലകൾ കഴിഞ്ഞു. കാരാഗൃഹത്തിന്റെ സകല വാതിലുകൾ തുറന്ന് അവൻ പുറത്തു കൊണ്ടുപോകുവാനിടയായി. ആ ദൈവത്തിന്റെ ദൂതൻ തന്നെയാണെന്ന് പറയാം. 12-ാം അധ്യായത്തിലെ 23-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെരോദാവിനെ ഒരു ദൂതൻ വന്ന് അവനെ അടിച്ചു, അവൻ കൃമിക്ക് ഇരയായി തീർന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ദൈവമക്കൾക്ക് വേണ്ടി ഇറങ്ങി വരികയും അവരെ രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്റെ ന്യായവിധിയും നടത്തുവാനായിട്ട് ഇടയാകും, ശിക്ഷിക്കുവാൻ ഇടയായിത്തീരും. ദൈവജനന്മാരായിരിക്കുന്ന ഇസ്രായേലിന് ഒരു യുദ്ധത്തിൽ 1,85,000 പേരെയാണ് ഒരു ദൂതൻ വന്ന് ഇല്ലാതാക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ദൈവം രക്ഷിക്കുകയും തന്റെ ജനത്തിനും ദൈവമക്കളെ രക്ഷിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ദൈവം ശിക്ഷിക്കുകയും ന്യായവിധി നടത്തുകയും ചെയ്യും എന്ന് ദൈവത്തിന്റെ ദൂതന്മാരിലൂടെ ദൈവം നടത്തുമെന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. അല്ലെ, തീച്ചുളക്കകത്ത് നാം ദൈവത്തിന്റെ ദൂതനെ അയച്ച് വിടുവിച്ചതും, സിംഹത്തിന്റെ കുഴിയിൽ സിംഹങ്ങളുടെ വായ് അടച്ച് ദൈവം കർത്താവിന്റെ ദൂതനെ അയച്ച് വിടുവിച്ചതും, ഏലിയാവിനെയും യേശുവിനെയും ക്ഷീണിച്ചിരുന്നപ്പോൾ തകർന്നിരുന്നപ്പോൾ അവരെ ബലപ്പെടുത്തിയതും ഗത്സമയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ഉപസിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഹന്നാന് ഒരു ആഗ്രഹം, അവരെ അകത്ത് പ്രമാണമില്ല. എന്താണ്? 22-ാം അധ്യായത്തിലെ 8-ഉം 9-ഉം വാക്യത്തിൽ കാണാൻ കഴിയും. ഇതൊക്കെ പറഞ്ഞപ്പോ അപ്പോസ്തലൻ യോഹന്നാൻ വാർദ്ധക്യത്തില, പക്ഷെ പ്രമാണം തെറ്റിപ്പോയി. അല്ലെ, എന്താ ചെയ്തത്? അവൻ ഈ ദൂതനെ വണങ്ങുവാനായിട്ട് ഇടയാക്കി. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, ഞാൻ നിന്റെ പ്രവാചകന്മാരുടെയും സേവകാത്മാക്കളാണ്, സഹഭൃത്തിനത്ര. എബ്രായ ലേഖനം 1-ാം അധ്യായം അവിടെ പറയുന്നത് സേവകാത്മാക്കളാണ്, നമ്മുടെ സേവകാത്മാക്കളാണ്. നാം പറയുമ്പോൾ ചെയ്യേണ്ടവരാണ് അവർ. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുകയല്ല, അവരോട് വണങ്ങുകയല്ല, നാം ദൈവത്തെ വണങ്ങുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് രക്ഷിക്കേണ്ടതാണെങ്കിൽ രക്ഷിക്കും, ബലപ്പെടുത്തേണ്ടതെങ്കിൽ ബലപ്പെടുത്തും, വഴി തുറക്കേണ്ടതിന് വഴി തുറക്കും. അതൊക്കെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ദൂതന്മാരോട് പ്രാർത്ഥിക്കുവാനോ അവരോട് വണങ്ങുവാനോ അനുവാദമില്ല. നമുക്ക് അനുവാദമുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനുമാണ് ഇടയാകുന്നത്. ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അല്ലെ, കൈകളിൽ വഹിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം കർത്താവിനെ പരമേൽപ്പിച്ചാൽ നമ്മുടെ വഴികളിൽ ആമയെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളിൽ വഹിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ യഥാസമയങ്ങളിൽ കാര്യങ്ങൾ ചെയ്തു തരുവാൻ നമുക്ക് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാം. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇസ്രായേൽ ജനത്തെ, ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ, അവർക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കും രക്ഷിക്കും, വഴി നടത്തും. ആമേൻ. പുതിയ നിയമ വിശ്വാസികൾ ദൈവമക്കളാണ്. ദൈവമക്കളെ ഇതുപോലെ തന്നെ ദൈവം രക്ഷിക്കുകയും ദൈവം വഴി നടത്തുകയും ദൈവത്തിന്റെ ദൂതന്മാരുടെ സഹായം അതാത് സമയങ്ങളിൽ ദൈവം നൽകി തരുവാനായിട്ട് ഇടയാകും. നാം ദൈവമക്കളാണ്. ഇസ്രായേൽ ജനമാകുവാൻ കഴിയില്ല. തലമുറയായിട്ട് മാത്രമേ ഇസ്രായേൽ ജനമായി തീരുകയുള്ളൂ. യഹൂദന്മാർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ദൈവമക്കളായി തീരുവാൻ സകല ജാതികൾക്ക് കഴിയും. യേശു വിശ്വസിച്ച് പാപമോചന കർത്താവിനോട് പ്രാപിച്ച്, പാപമോചന സൗജന്യമാണ്. 5 പൈസ ചെലവില്ലാതെ ഇരുനിരപ്പിൽ നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞാൽ പാപങ്ങളെ ക്ഷമിച്ചു തരും. ആ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കും. യേശുവെ എന്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ആത്മാവായിട്ട് വരും. യേശു ആരിൽ വസിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ആമേ. അതുകൊണ്ട് ദൈവമക്കൾക്കാണ് ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടാകുന്നത്, വാഗ്ദത്തമുള്ളത്. അതുകൊണ്ട് ദൈവമക്കളായി തീർന്ന് ദൈവത്തെ ആരാധിച്ച് എല്ലാ വഴികളും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലും പരിപാലനം ഒക്കെ ഉണ്ടാകും. അവർ മറുവശത്ത് നമുക്ക് പ്രധാനമായിരിക്കുന്നത് നമുക്ക് ദൈവമക്കളായി തീരണം, കർത്താവിനെ ആരാധിക്കണം, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിപ്പാനൊക്കെ ഇടയായി തീരണം. ഈ ചെറിയ സന്ദേശം കേട്ട നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ഒരു വിടുതലും ഒരു നന്മയും ഉണ്ടാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു.